വിശപ്പാണ് ഏറ്റവും വലിയ വേദനയെന്ന് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നുണ്ട് ഫലസ്തീൻ ജനത. പട്ടിണിയുടെ ബാണ്ഡം പേറി വയറിൽ കല്ല് വെച്ച് കെട്ടി വിശപ്പിന് അതിജീവിക്കാൻ പാടുപെട്ട പ്രവാചക ചരിത്രങ്ങൾ നമുക്ക് മുന്നിൽ ഓർമ്മപ്പെടുത്തലുകളാകുമ്പോൾ ഫലസ്തീനിലെ പാവങ്ങൾ അതിൻ്റെ നേർക്കാഴ്ചകളാകുന്ന ചിത്രങ്ങളാണ് ലോകം കാണുന്നത്. അമ്മിൻ്റെ പാലിൻ്റെ മധുരമറിയേണ്ട പിഞ്ചോമന മക്കള് വറ്റിവരണ്ട തൊണ്ടയൊന്ന് നനക്കാൻ പാടുപെടുന്ന കാഴ്ചകൾ മനസാക്ഷിയുള്ള മനുഷ്യരുടെ ഉള്ളുലക്കും. വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ ഉറങ്ങിപ്പോകുന്ന നേരിൻ്റെ കാഴ്ചകളാണ് ഗസ. പട്ടിണി എന്ന വാക്കിൻ്റെ നേർസാക്ഷ്യമാണ് ഗസ. വാർദ്ധക്യത്തിൻ്റെ പ്രയാസങ്ങൾക്കുമപ്പുറം വിശപ്പിൻ്റെ വേദനയാണ് ഓരോ വയോധികരെയും മരണത്തിലേക്ക് അടുപ്പിക്കുന്നത്. ഇത്രയേറെ ദുരന്തം പേറുന്ന മനുഷ്യരെ കണ്ടിട്ടും അലിവ് തോന്നാത്തവർക്കുള്ളിൽ മനുഷ്യത്വത്തിൻ്റെ അംശമെങ്ങനെ കടന്നുകൂടും? ഒറ്റിവീഴുന്ന കണ്ണുനീരുകൾക്ക്, കൽബ് നീറിപ്പറയുന്ന വാക്കുകൾക്ക്, പ്രതീക്ഷയോടെ ഉയർത്തിയ കരങ്ങൾക്ക് പടച്ചോൻ്റെ കാവലിറങ്ങുന്ന സമയം വരും. അന്ന് ഗസ ചിരിക്കും. ക്രൂരമായ അക്രമങ്ങൾ അഴിച്ചുവിട്ട മുൻകാല സാമ്രാട്ടുകൾ പോലും ഒടുവിൽ പരാജയം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഗസയുടെ വേദനകളെ നോക്കി പരിഹസിക്കുന്നവരെ കാലം കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല. ഗസയിലെ പിഞ്ചോമന മക്കളടക്കം വേദനിക്കുന്ന ആ ജനതയ്ക്ക് സമാധാനത്തിന്റെ വഴിയിടങ്ങൾ തുറക്കണേ റബ്ബേ, ആമീൻ. ഖുദ്സിൽ വീശുന്ന ഇളം കാറ്റ് വിതുമ്പും